4 കൊല്ലം ആവുമ്പോൾ തട്ടിപ്പോയാൽ എന്ത് ചെയ്യും? ഭാവിയിലേക്കുള്ള നമ്മുടെ ലൈഫിനും ഫൈനാൻഷ്യൽ നീഡ്സിനും വേണ്ടി നമ്മൾ ഇപ്പോഴേ സേവ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്ഥിരം എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ 5 വർഷം കഴിയുമ്പോൾ അല്ലെ 10 വർഷം കഴിയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ നമ്മൾ ജീവനോടെ ഇല്ലെങ്കിലോ, അപ്പോൾ പിന്നെ ഇപ്പോഴല്ലേ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, ഇനി അത്ര നാൾ കഴിഞ്ഞ് ഇനി അത് അപ്പം നോക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഏകദേശം 70-71 വയസ്സാണ്. നമ്മൾ ഒരു ഏർബൻ ലൈഫ് സ്റ്റൈലിലാണെങ്കിൽ പ്രോബബ്ലി നമ്മളൊരു 80-85 വയസ്സ് വരെ ജീവിക്കും. വർഷങ്ങളായിട്ട് ലൈഫ് എക്സ്പെക്ടൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ഒരു 30-40 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഈസിലി 80-85-90 വരെയൊക്കെ ചിലപ്പോൾ എത്തിന്നിരിക്കും. വിച്ച് മീൻസ് നമ്മൾ 5, 10, 15, 20 വർഷം ഇനി അങ്ങോട്ട് ജീവിച്ചിരിക്കാനുള്ള പ്രോബബിലിറ്റീസ് മച്ച് ഹയർ. സോ നമ്മൾ എന്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് കൂടാ? നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ റിട്ടയർമെന്റും നമ്മുടെ ഫ്യൂച്ചർ ഫൈനാൻഷ്യൽ ഗോൾസും പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. എന്നും പറഞ്ഞ് ഇപ്പോൾ ഉള്ള ആവശ്യങ്ങളൊന്നും നമ്മൾ നിറവേറ്റാതിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. ഇത് രണ്ടും തമ്മിൽ ഒരു ഹെൽത്തി ബാലൻസ് ഉണ്ടായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആവശ്യമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.